സഖാക്കളെ, സുഹൃത്തുക്കളെ, ഈ ഇടയ്ക്ക് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് സിനിമാ തിയേറ്ററിൽ ദേശീയ ഗാനം നിർബന്ധമാക്കിക്കൊണ്ട് ദേശീയ ഗാനം ആലപിക്കണമെന്നും ആ ദേശീയ ഗാനം ആലപിക്കുന്ന അവസരത്തിൽ ആളുകൾ എഴുന്നേറ്റ് നിന്ന് ദേശീയ ഗാനത്തെ ആദരിക്കണമെന്ന് നിർബന്ധമാക്കിക്കൊണ്ട് സുപ്രീം കോടതി ഒരു വിധി പ്രസ്താവിക്കുകയുണ്ടായി. നമ്മളൊക്കെ കാണുകയുണ്ടായി. ഒരുപാട് ചർച്ചകൾ നടക്കുകയുണ്ടായി. ആ വിധി പ്രസ്താവിച്ചുകൊണ്ട് സുപ്രീം കോടതി നടത്തിയ ഒരു നിരീക്ഷണം വളരെ പ്രധാനമാണ്. അതിദേശീയതയുടെ അസഹിഷ്ണുതയും അരക്ഷിതാവസ്ഥയുമൊക്കെ സമൂഹത്തിലുണ്ടാക്കിയിരിക്കുന്ന ഭീകരമായിട്ടുള്ളൊരു അന്തരീക്ഷം, കപടദേശീയതയുടെ വക്താക്കള്, കപടദേശീയവാദികള് ഉയർത്തിവിടുന്ന ഭീഷണസ്വരങ്ങള്, അവരുടേതായിട്ടുള്ള ഭരണകൂടങ്ങളുടെ ഒത്താശയിൽ നടക്കുന്ന വിഭാഗീയ വംശീയമായിട്ടുള്ള നടപടികൾ, ഇതൊക്കെ നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ, നീതിന്യായ വ്യവസ്ഥ ഉൾപ്പെടെ ഉള്ള സ്ഥാപനങ്ങളെ എങ്ങനെ അതിൻ്റെ സ്വാധീന വലയത്തിൽ ഉൾപ്പെടുത്തുന്നു എന്നതിലേക്കുള്ള ഒരു ചൂണ്ടുപലകയായിരുന്നു ആ നിരീക്ഷണം. അതാണ് അതിൻ്റെ പ്രത്യേകത. എന്താണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത്? ദേശീയ ഗാനം ആലപിക്കണമെന്നും അതിനെ ബഹുമാനിച്ചുകൊണ്ട് സിനിമ കാണാൻ വരുന്ന എല്ലാ പ്രേക്ഷകരും എഴുന്നേറ്റ് നിൽക്കണമെന്നും പറഞ്ഞുള്ള വിധിന്യായത്തിൽ സുപ്രീം കോടതി പറഞ്ഞത്, ഇറ്റ് ഈസ് ടൈം ദാറ്റ് എവരിബഡി റെസ്പെക്ട്സ് ദ നാഷണൽ ആന്തം. അങ്ങനെ ഒരു സെന്റൻസ് വിധിന്യായത്തിന്റെ ഭാഗമായിട്ട് സുപ്രീം കോടതി നിരീക്ഷിക്കുകയുണ്ടായി. ഇറ്റ് ഈസ് ടൈം ദാറ്റ് എവരിബഡി റെസ്പെക്ട്സ് ദി നാഷണൽ ആന്തം. എന്താണ് ഈ സമയത്തിന്റെ പ്രത്യേകത? ഇറ്റ് ഈസ് ടൈം. വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദിസ് ടൈം? എന്താണ് ഈ സമയത്തിന്റെ പ്രത്യേകത? വർഗീയ പ്രതിലോമ ശക്തികൾ സൃഷ്ടിച്ചിട്ടുള്ള അസഹിഷ്ണുതയുടേതായ, അരക്ഷിതത്വത്തിൻ്റെതായ, ജനങ്ങളെ പരസ്പരം സംശയിക്കാൻ ഇടവരുത്തുന്ന ഒരു അന്തരീക്ഷം വർഗീയ വിഭാഗീയ ശക്തികൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നതിൽ കവിഞ്ഞ് എന്തൊരു പ്രത്യേകതയാണ് ദേശീയ ഗാനത്തെ നിർബന്ധമായും ആദരിക്കണം എന്ന് ഒരു നിരീക്ഷണം വയ്ക്കാൻ മാത്രം പ്രത്യേകമായിട്ടുള്ളത് ഇന്നത്തെ സമയത്തിൽ? വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദിസ് ടൈം? ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലെ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് രാജ്യത്തോട് കൂറിനെയോ അല്ലെങ്കിൽ ദേശീയ ചിഹ്നത്തെയോ, ദേശീയ ഗാനം ഉൾപ്പെടെയുള്ള ദേശീയ ഗാനത്തോടോ ദേശീയ പതാകയോടോ ഒന്നുമുള്ള ബഹുമാനം ഒട്ടും കുറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് സുപ്രീം കോടതി പിന്നെ അങ്ങനെ ഒരു നിരീക്ഷണം നടത്തിയത്? അവിടെയാണ് നമ്മുടെ രാജ്യം ഇന്ന് കടന്നു പോകുന്ന ഒരു അവസ്ഥയുടെ അപകടത്തെക്കുറിച്ച് നാം ബോധവാന്മാരാകേണ്ടത്. ഫാസിസം അതിൻ്റെ കൈ പൂർണ്ണമായും മുറുക്കുന്നതിന് മുൻപ് ഭരണഘടനാ സ്ഥാപനങ്ങളെയാണ് ആദ്യം ഇന്നെഫക്റ്റീവ് ആക്കുന്നത്. മാധ്യമങ്ങളും നീതിന്യായ വ്യവസ്ഥയും ലെജിസ്ലേറ്ററും ഉൾപ്പെടെയുള്ള എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും അതിൻ്റെ പ്രാഥമിക കർത്തവ്യങ്ങൾ പാലിക്കുന്നതിൽ നിന്ന് അടർത്തി മാറ്റുന്ന, ഇന്നെഫക്റ്റീവ് ആക്കുന്ന ഒരു നടപടിയാണ് ഫാസിസത്തിൻ്റെ മുന്നോടിയായിട്ട് എപ്പോഴും നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ കാണുന്നത്. അതുപോലെ നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് നീതിന്യായ സ്ഥാപനം
ഇത്തരം സ്വാധീന വലയത്തിൽ പെടുന്നുവോ എന്ന ആശങ്കയ്ക്ക് വഴിതെളിക്കുന്ന, അതിനടിസ്ഥാനമുണ്ടെന്ന് നമ്മോട് സൂചിപ്പിക്കുന്ന ഒരു നിരീക്ഷണമായിരുന്നു അത് എന്നതുകൊണ്ടാണ് അതിന് ഇത്രയേറെ പ്രാധാന്യം കൽപ്പിക്കേണ്ടതുള്ളത്. അതിനുശേഷം പല കാര്യങ്ങളിലായി നമുക്കറിയാം നീതിന്യായ പീഠങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന നിരീക്ഷണങ്ങൾ ഏത് രീതിയിലാണ് വലത് വിഭാഗീയ പ്രവർത്തകർക്ക്, ചിന്തകൾക്ക്, ശക്തികൾക്ക് ഉത്തേജനമായി ഭവിക്കുന്നത് എന്ന്. അതുകൊണ്ട് ഇത്തരമൊരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് നാം ദേശീയതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ദേശസ്നേഹം, ദേശ ചിഹ്നങ്ങളോടുള്ള ബഹുമാനം, ആദരവ്, ഇതൊക്കെ നിർബന്ധപൂർവം അല്ലെങ്കിൽ ആരോടൊക്കെയോ കൺവിൻസ് ചെയ്യിക്കാനുള്ള, ആരെയൊക്കെയോ ബോധ്യപ്പെടുത്താനുള്ള ഒരു ആവശ്യം രാജ്യത്തെ ജനങ്ങളിലെ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അത്തരമൊരവസ്ഥയിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. ദേശീയ ചിഹ്നങ്ങൾ, വംശീയ ചിഹ്നങ്ങളെ ദേശീയ ചിഹ്നങ്ങളായി അവതരിപ്പിക്കുന്നതിന് പട്ടാളത്തോടുള്ള അമിതമായിട്ടുള്ള ആരാധന, കപടമായിട്ടുള്ള ആരാധന. പഴയ ജയ് ജവാൻ ജയ് കിസാനില് കിസാന്റെ കാര്യം ഏതാണ്ട് തീരുമാനമായി അല്ലേ? കിസാന്റെ കാര്യം ഏതാണ്ട് തീരുമാനമായി. പശുക്കളുടെ കശാപ്പ് നിരോധിച്ചു, കർഷകന്റെ കശാപ്പിന് ഇളവ് നൽകി എന്നുള്ള അവസ്ഥയിലാണ്. ജയ് കിസാൻ എന്നുള്ളത് ജയിൽ കിസാൻ എന്നായി മാറി എന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ അനുഭവം. അതുകൊണ്ട് ബാക്കിയുള്ളതാണ് ജയ് ജവാൻ. നമുക്കറിയാം പട്ടാളത്തോടുള്ള അമിതമായ കപടമായ ആരാധന എല്ലാ വിമർശനങ്ങളെയും ദേശദ്രോഹത്തിന്റെ പര്യായങ്ങളായി, ദേശദ്രോഹത്തിന്റെ മാനിഫെസ്റ്റേഷൻസായി അവതരിപ്പിക്കുന്ന ഒരു അവസ്ഥ, ഇതൊക്കെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലത്, തീവ്ര വലത് നിലപാടുകളിലേക്ക്, അതിൻ്റെ ഫാസിസ്റ്റ് നടപടിക്രമങ്ങളിലേക്കൊക്കെ ഒരു ജനതയെ മുഴുവൻ വലിച്ചിഴയ്ക്കുന്ന ഒരവസ്ഥയിലാണ് നാം ഇന്ന് ദേശീയതയെക്കുറിച്ച് വിചാരിക്കുന്നത്, അതിനെക്കുറിച്ച് വർത്തമാനം പറയുന്നത്. നമ്മുടെ ദുര്യോഗം എന്താണെന്ന് വെച്ചാൽ, ബഹുഭൂരിപക്ഷം വരുന്ന ഒരു ജനത നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ചോ ചരിത്രത്തെക്കുറിച്ചോ ഒക്കെ അജ്ഞരാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫാസിസ്റ്റിൻ്റെ ടൂൾ എന്താണ്? പ്രൊപ്പഗാൻഡയാണ്. അവിടെ സത്യത്തിന് വലിയ വിലയൊന്നുമില്ല. സത്യമല്ല അതിൻ്റെ അടിത്തറ. ഫാസിസത്തിൻ്റെ അടിത്തറ പ്രൊപ്പഗാൻഡയാണ്, നുണയാണ്, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ. ഈ ഇടയ്ക്ക് നമ്മുടെ ഗോവിനെ കുറിച്ചുള്ള, പശുവിനെ കുറിച്ചുള്ള ചർച്ചകൾ വളരെ കാര്യമായി പുരോഗമിക്കുമ്പോൾ അവിടെ ഇതിനെക്കുറിച്ച് സംസാരിക്കാനിടയായി. അപ്പോൾ അംബേദ്കറെ ഉദ്ധരിച്ചുകൊണ്ട്, അംബേദ്കറിൻ്റെ അൺടച്ചബിൾസ് പുസ്തകത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയുണ്ടായി, അംബേദ്കർ പറയുകയുണ്ടായി, ദ ബിഗ്ഗസ്റ്റ് ബീഫ് ഈറ്റേഴ്സ് ഓഫ് വൺസ്, റൈറ്റ്, ബ്രാഹ്മണരെ കുറിച്ച് ഏറ്റവും വലിയ ഗോമാംസം കഴിക്കുന്നവരായിരുന്നു ബ്രാഹ്മണരെ. നമുക്കൊക്കെ അറിയാവുന്നതാണ്, വേദങ്ങളിലായാലും ഉപനിഷത്തുകളിലായാലും പുരാണങ്ങളിലും ഒക്കെ ആയാലും ബ്രാഹ്മണനാണ് ആദ്യം കൊടുക്കേണ്ടതെന്നും ഏത് ഭാഗമാണ് കൊടുക്കേണ്ടതെന്നും എങ്ങനെയാണ് പാകം ചെയ്യേണ്ടതെന്നും ഒക്കെ ഉള്ള വിവരങ്ങളെക്കുറിച്ച് ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു കാലത്ത് ഏറ്റവും വലിയ ഗോമാംസാഹാരികളായിരുന്ന ബ്രാഹ്മണര് എങ്ങനെയാണ് സസ്യാഹാരികളായത് എന്നതിനെക്കുറിച്ച് അംബേദ്കർ ചില നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഗവേഷണ പഠനങ്ങളിലൂടെ. അദ്ദേഹം പറഞ്ഞത് അതൊരു സ്ട്രാറ്റജി ആയിരുന്നു എന്നാണ്. വളർന്നു വരുന്ന, അത് കഴിഞ്ഞ് വളരെ തിളക്കമാർന്നു നിൽക്കുന്ന ബുദ്ധ മതത്തെ, അതിനെ കീഴ്പ്പെടുത്തി ബ്രാഹ്മണ മതത്തിൻ്റെ പ്രാബല്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു ബ്രാഹ്മണരെ മാംസാഹാരം പൂർണ്ണമായും ഉപേക്ഷിച്ചത്. വേദങ്ങളെ യഥാർത്ഥത്തിൽ തിരിച്ചാണ് പറയുന്നത് ഇല്ലേ? നമുക്ക് പലർക്കും അറിയാം, പല ഉപനിഷത്തുകളിലും മാംസാഹാരത്തിനെ കുറിച്ച്
മാംസം ഭക്ഷിക്കുന്നതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ബൃഹദാരണ്യമായാലും ഐതരേയ ആയാലും ഉള്ള ഉപനിഷത്തുകളിലൊക്കെ. പക്ഷെ അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് മാംസാഹാരത്തെ മുഴുവൻ വർജിച്ചുകൊണ്ട് എങ്ങനെയാണ് അവർ സസ്യാഹാരികളായത് ബുദ്ധമതത്തിൻ്റെ എതിർക്കാനുള്ള ഒരു സ്ട്രാറ്റജി എന്നുള്ള നിലയ്ക്കാണ്. ആ സ്ട്രാറ്റജിയിലേക്ക് കിടക്കുകയല്ല. പക്ഷേ ഈ ഒരു കാര്യം പങ്കിടുമ്പോൾ ആ ഓഡിയൻസ് എന്നുള്ള റിയാക്ഷൻ വളരെ അത്ഭുതകരമായിരുന്നു. അതായത് അവരിൽ പലരും ആദ്യമായിട്ടാണ് അത് കേൾക്കുന്നത് തന്നെ. അങ്ങനെ ഒരു അവസ്ഥ, അങ്ങനെ ഒരു വിവരത്തെക്കുറിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിവരത്തെക്കുറിച്ച് അറിയുന്നത് എന്നായിരുന്നു പലരും പറഞ്ഞത്. വളരെ വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരു സദസ്സിൽ നിന്നാണ് അത്തരമൊരു റിയാക്ഷൻ വരുന്നത്. അപ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരവുമായൊക്കെ വളരെ പിന്നോട്ട് നിൽക്കുന്ന ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ഒരു ജനതയെക്കുറിച്ച് സങ്കല്പിച്ച് നോക്കുക. അവരിലേക്ക് ഇതുപോലെ നുണകൾ അടിച്ചേൽപ്പിക്കുന്നതിന്, ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ച്, ഇന്ത്യൻ പൈതൃകത്തെക്കുറിച്ചൊക്കെ നുണകൾ അടിച്ചേൽപ്പിക്കുന്നതിന് വളരെ വളരെ എളുപ്പമാവുകയും അവരെ ഇത്തരം വിഭാഗീയ പ്രതിലോമ പ്രവർത്തനങ്ങളിലേക്ക് വഴിതിരിച്ചു വിടുന്നതിന്, മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യുന്നതിന് വളരെ എളുപ്പമായി ഭവിക്കുകയും ചെയ്യുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ദേശീയ സ്നേഹത്തിൻ്റെ കുത്തകാവകാശം ഏറ്റെടുത്തുകൊണ്ട് ആരാണ് ദേശസ്നേഹി, ആരാണ് ദേശദ്രോഹി എന്ന് അങ്ങനെ ഒരു വിദ്യാനിർണയത്തിലുള്ള ഒരു മത്സരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അൾട്ടിമേറ്റ് ആരാണ് രാജ്യസ്നേഹി, ആരാണ് രാജ്യദ്രോഹി എന്ന് കണ്ടുപിടിച്ചു കൊടുക്കാവുന്ന രീതിയിലുള്ള വേദികൾ. ഇതിൻ്റെ അവകാശം എടുത്തുകൊണ്ട് വിഭാഗീയ സംഘപരിവാർ ശക്തികൾ നീങ്ങുമ്പോൾ എന്താണ് അവരുടെ പൈതൃകം, പശ്ചാത്തലം, ചരിത്രം എന്നതാണ് ഏറ്റവും വളരെ പരിഹാസ്യമായിട്ടുള്ള ഒരു കാര്യം, ഇല്ലേ? ആരാണ് നമ്മളോട് ദേശസ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? അതാണ് അധ്യക്ഷൻ ശ്രീ ശ്രീധരൻ നേരത്തെ അവിടെ പങ്കുവച്ചത്. ഇന്നത്തെ സംഘപരിവാർ വലത് തീവ്ര വിഭാഗത്തിൻ്റെ വഴികാട്ടികളും ഗുരുക്കളും നേതാക്കളുമൊക്കെയാണെന്ന് കരുതപ്പെടുന്ന സവാർക്കറും അല്ലെങ്കിൽ ഗോവാൾക്കറെ പോലെയുള്ളവരെ ദേശീയ പ്രസ്ഥാനത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിന്നവരാണ്. ബ്രിട്ടീഷുകാരുടെ പാദസേവ ചെയ്തവരാണ്. അവരാണ് നമ്മൾ ഇന്ന് ദേശസ്നേഹത്തെക്കുറിച്ച് ലെക്ചർ അടിക്കാൻ വരുന്നത്, ഇല്ലേ? സവാർക്കർ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടക്കുന്നത് വളരെ രസകരമാണ്. അവർ വന്ന് നിങ്ങൾ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ അത് ചെയ്തില്ലേ ഇത് ചെയ്തില്ലേ എന്ന് ചോദിക്കും. നിങ്ങളെവിടെയായിരുന്നു എന്ന് തിരിച്ചു ചോദിക്കാറില്ല, ആരും അതിനെക്കുറിച്ച് പറയാറുമില്ല. എന്താണ് സവാർക്കർ വളരെ ഒഫീഷ്യലായിട്ട് ഔദ്യോഗികമായിട്ട്, അന്ന് അദ്ദേഹം ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റാണ്, ഹിന്ദു മഹാസഭ അംഗങ്ങൾക്ക് വേണ്ടി ഒരു എഴുത്തെഴുതി അദ്ദേഹം. എന്തായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ ഒരാളും പങ്കെടുക്കരുത്, അതിലെ എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിലോ ജോലികളിലോ പൊസിഷനുകളിലോ തുടരുക. സ്റ്റിക്ക് ടു യുവർ പോസ്റ്റ് എന്നാണ് ലെറ്ററിൻ്റെ ടൈറ്റിൽ, സ്റ്റിക്ക് ടു യുവർ പോസ്റ്റ്. കാരണം പലരും പഞ്ചായത്ത് മുനിസിപ്പൽ അംഗങ്ങളും കൗൺസിലർമാരും ഒക്കെയാണ്, ആർമിയിൽ ജോലിയെടുക്കുന്നവർ, മറ്റ് തൊഴിൽ ചെയ്യുന്നവർ. അവിടെയൊക്കെ എന്താ പറഞ്ഞാൽ സ്റ്റിക്ക് ടു യുവർ പോസ്റ്റ്. വളരെ തുറന്ന് ഔദ്യോഗികമായി ക്വിറ്റ് ഇന്ത്യ സമരത്തെ എതിർത്തവരാണ്, അതിൽ പങ്കെടുക്കാത്തവരാണ്. ഗോൾക്കറെ സംബന്ധിച്ചിടത്തോളം ആൻറ്റി ബ്രിട്ടീഷ് എന്നുള്ള സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സ്വഭാവത്തെ തന്നെ ചോദ്യം ചെയ്ത ആളാണ്. അതിലെ ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് ശ്രീ അധ്യക്ഷൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. സവാർക്കറെ ആൻഡമാൻ ജയിലിൽ നിന്ന് ബ്രിട്ടീഷ് അധികാരികൾക്ക് വേണ്ടി കൊടുത്ത മെർസി പെറ്റീഷനെ കുറിച്ച്. അതിലെ 2 വ്യക്തികളുടെ സ്വാതന്ത്ര്യ സമരത്തിൽ, ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷിത്വം വഹിച്ച ഭഗത് സിംഗിൻ്റെയും ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്ത് രക്ഷപ്പെട്ട സവാർക്കറുടെയും 2 എഴുത്തുകൾ നമ്മൾ താരതമ്യം ചെയ്യുന്നത് വളരെ രസകരമാണ് ദേശീയതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ. സവാർക്കറുടെ പെറ്റീഷനിൽ അദ്ദേഹം പറയുന്നത് മുഴുവൻ അദ്ദേഹത്തിന് വ്യക്തിപരമായി
സഹിക്കേണ്ടുന്ന കഷ്ടപ്പാടുകളെ കുറിച്ചാണ്. ജയിൽ, അദ്ദേഹത്തിന്റെ പെറ്റീഷനിലെ ചില വാചകങ്ങൾ നോക്കുക. ഐ ഹാഡ് ടു പാസ് ഫുൾ 6 months ഇൻ സോളിറ്ററി കൺഫൈൻമെന്റ്. ഏകാന്ത തടവിലാണ് കഴിഞ്ഞ 6 മാസമായിട്ട്. ദി അതർ കൺവിക്ട്സ് ഹാഡ് നോട്ട്. ബാക്കിയുള്ളവരെയൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. എന്നെ മാത്രം ഏകാന്ത തടവിലിട്ടിരിക്കുകയാണ് ആൻഡമാൻ സെല്ലുലാർ ജയിലിൽ. During that time I was put on the choir pounding though my hands were bleeding. കയറതെല്ലാം ഉപയോഗിച്ചു. അതുപോലെ then I was put on the oil mill, the hardest labor in the jail. ഇതിനെക്കുറിച്ചുള്ള പരാതികളാണ് അതിലെ മേഴ്സി പെറ്റീഷനിലെ ഒരുപാട് ഭാഗങ്ങൾ. Although my conduct during all the time was exceptionally good, still at the end of these 6 months I was not sent out of the jail. വളരെ നല്ല സൽസ്വഭാവിയായിട്ട് എല്ലാ പണികളും എടുത്ത് ഇത്രയും കഠിനമായിട്ടുള്ള പണികൾ തന്നിട്ടും അതൊക്കെ ചെയ്തിട്ടുള്ള എന്നെ ഇനിയെങ്കിലും വിട്ടുകൂടെ എന്നാണ് സവാർക്കറുടെ പെറ്റീഷൻ. അദ്ദേഹം പറയുന്നത് നോക്കുക, അതാണ് അധ്യക്ഷൻ കൂടെ വായിച്ചത്. Therefore, if the government in their manifold beneficence and mercy release me, ഇവിടുത്തെ ഗവൺമെന്റ് എല്ലാ ദയവ് കൊണ്ട് വിട്ടയക്കുകയാണെങ്കിൽ, I for one cannot but be the staunchest advocate of constitutional progress and loyalty to the English government. ഇംഗ്ലീഷ് ഗവൺമെന്റ് എന്നും ദാസനായിട്ട് staunchest supporter of the British government തുടരാം എന്നാണ് പറയുന്നത്. അത് അവസാനിക്കുന്നത് ഐ എം റെഡി ടു സെർവ് ദ ഗവൺമെന്റ് ഇൻ എനി കപ്പാസിറ്റി ദേ ലൈക്ക്. എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞാൽ മതി, അതിനെ ഞാൻ തയ്യാറാണ്. അത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ദ മൈറ്റി എലോൺ ക്യാൻ അഫോർഡ് ടു ബി മെർസിഫുൾ. ശക്തനാ മാത്രമേ ദയാപരനാവാൻ കഴിയുള്ളൂ. ബ്രിട്ടീഷുകാരനാണ് അവിടെ ശക്തനായിട്ടുള്ള ഗവൺമെന്റ്. ദ മൈറ്റി എലോൺ ക്യാൻ അഫോർഡ് ടു ബി മെർസിഫുൾ ആൻഡ് ദെയർഫോർ where else can the prodigal son return but to the parental doors of the government. മുടിയനായ പുത്രനെ, തെറ്റുകളൊക്കെ കാണിച്ച് പുറത്തു പോയിട്ടുള്ള പുത്രനെ പശ്ചാത്തപിച്ച് തിരിച്ചു വരുമ്പോ വേറെ എവിടെയാണ് അഭയം ചോദിച്ചു പോവാൻ കഴിയുക? യുവർ മെജസ്റ്റി, ഏറ്റവും ദയാപരനായിട്ടുള്ള ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അടുത്തല്ലാതെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മകനെ പോലുള്ള എനിക്ക്, ദ പ്രൊഡിജിയൽ സൺ, മുടിയനായ പുത്രൻ നൗ കമ്മിങ് വിത്ത് റിപ്പൻഡൻസ്, പശ്ചാത്തപിച്ചു വരുന്ന ഈ മകനെ പുറത്ത് മാപ്പ് തരണമെന്നാണ് സവാർക്കർ പറയുന്നത്. അങ്ങനെയാണ് ഇത് അവസാനിക്കുന്നത്. ഇത്രയും നാണം കെട്ട രീതിയിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന് പാദസേവ ചെയ്തവരുടെ അനുയായികളാണ് ഭഗത് സിംഗിന്റെ പിന്മുറക്കാരെ ദേശസ്നേഹം പഠിപ്പിക്കുന്നത് എന്ന് നാം അറിയണം. അത് ഭഗത് സിംഗിന്റെ എഴുത്തുകൂടി വായിച്ചാലേ പൂർണ്ണമാവുള്ളൂ. അദ്ദേഹം പറയുന്ന 1-2 വാചകങ്ങൾ നോക്കുക. ഭഗത് സിംഗിന്റെ എഴുത്തുന്നത്: The days of capitalist and imperialist exploitations are numbered. സാമ്രാജ്യത്വത്തിന്റെ മുതലാളിത്തത്തിന്റെയും ദിനങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടി ആലോചിച്ച് നോക്കുക. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 23 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. ഞാൻ ജയിലിൽ ഒറ്റയ്ക്കാണെന്നല്ല പറയുന്നത്. ജയിലിൽ എനിക്ക് കഠിനമായി അധ്വാനിക്കേണ്ടി വരുന്നു എന്നൊന്നുമല്ല പറഞ്ഞത്. അവനവന് വേണ്ടി വന്നിട്ടുള്ള യാതൊരു കഷ്ടപ്പാടുകളെ കുറിച്ചും അല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് the days of the imperialism is numbered. The war neither began with us nor is it going to end with our lives. ഇതുകൊണ്ടൊന്നും കഴിഞ്ഞു എന്ന് വിചാരിക്കണം. ഞങ്ങളല്ല തുടങ്ങിയത്, ഞങ്ങളിത് അവസാനിക്കുന്നുമില്ല. It is the inevitable consequence of the historic events and the existing environments. അതാണ് ഈ സ്ട്രഗിളിനെ, സാമ്രാജ്യത്വത്തോടുള്ള സമരത്തിനെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത്. അല്ലാതെ വ്യക്തിപരമായിട്ട് ഞാനോ മറ്റൊരാളോ ചെയ്യുന്നതല്ല ഇത്. ആ ഹിസ്റ്റോറിക്കൽ അണ്ടർസ്റ്റാൻഡിങ്, കോണ്ടെക്സ്റ്റിനെ കുറിച്ചുള്ള ധാരണ, 2 എഴുത്തുകളും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നോക്കിയാൽ. അതുപോലെ അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഞങ്ങളെ യുദ്ധ തടവുകാരായിട്ടാണ് പിടിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അതിനനുസൃതമായി ഞങ്ങളെ തൂക്കിക്കൊല്ലുകയല്ല വെടിവെച്ച് കൊല്ലുകയാണ് വേണ്ടത് എന്നാണ്.
പണ്ട് നാരായണത്ത് പ്രാന്തം പറഞ്ഞ മാതിരി. ഇത്ര നിർബന്ധമാണെങ്കിൽ ഇടത്തുകാലിലെ പന്തെടുത്ത് വലത്തുകാലിലേക്ക് വെച്ചോ, അല്ലേ? തൂക്കിക്കൊല്ലണ്ട, വെടിവെച്ച് കൊന്നാൽ മതി എന്നാ പറഞ്ഞു. We wanted to point out that according to the verdict of your court, we had waged war and were therefore war prisoners, and we claim to be treated as such. That is, we claim to be shot dead instead of to be hanged. എന്നാണ് എഴുത്തിൻ്റെ ആവശ്യം. അത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ കണ്ടു സവാർക്കറുടെ എഴുത്തിൻ്റെ അവസാനം ഉണ്ടായിരുന്നു. അത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: വി റിക്വസ്റ്റ് ആൻഡ് ഹോപ്പ് ദാറ്റ് യു വിൽ വെരി കൈൻഡ്ലി ഓർഡർ ദ മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ് ടു സെൻഡ് ഇറ്റ്സ് ഡിറ്റാച്ച്മെന്റ് ടു പെർഫോം അവർ എക്സിക്യൂഷൻ. അത്രയും ധീരതയോടെ ബ്രിട്ടീഷിനെ എതിരിടുന്ന ഒരു ദേശസ്നേഹിയുടെ, ഒരു രക്തസാക്ഷിയുടെ, ധീരദേശാഭിമാനിയുടെ പിന്മുറക്കാരോട് സവാർക്കറെ പോലെയുള്ള ഒരാളുടെ അനുയായികളാണ് ഇന്ന് ദേശസ്നേഹം പഠിപ്പിക്കാൻ വരുന്നത് എന്നതിലെ ഐറണി, എന്നതിൻ്റെ പരിഹാസ്യത നമുക്ക് കാണാതിരിക്കാൻ വയ്യ. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ദേശസ്നേഹവും പറഞ്ഞ് സംഘപരിവാർ ശക്തികൾ വരുന്നത് എന്നതിൻ്റെ ഒരു കാരണം തന്നെ ഈ ജാള്യതയാണ്. ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തതിൻ്റെ ചരിത്രപരമായ അവകാശം ക്ലെയിം ചെയ്യാൻ, അവകാശപ്പെടാൻ വയ്യാത്തൊരു ദുരവസ്ഥ, ഒരു നേതാവിനെയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ വയ്യാത്ത അതിൻ്റെ ജാള്യത. അതുകൊണ്ട് എന്താണ് ചെയ്യുന്നത്? എല്ലാ നേതാക്കളെയും സ്വന്തക്കാരാക്കുകയാണ്. ഭഗത് സിംഗ് ഞങ്ങളുടെയാണ്, അംബേദ്കറും ഞങ്ങളുടെയാണ്. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഗോവിന്ദാചാര്യയുടെ തോന്നുന്നു അവരുടെ പത്രത്തിൽ ഒരു ആർട്ടിക്കിൾ ചെയ്ത്, വേണമെങ്കിൽ എസ് എ ഡാംഗെ വരെ ഞങ്ങളുടെ നേതാക്കളാണ്, വേണമെങ്കിൽ ഡാംഗെ വരെ ഞങ്ങൾ അപ്രോപ്രിയേറ്റ് ചെയ്യും. അതല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ നേതാക്കന്മാരും ഞങ്ങളുടെ, കാരണം ഞങ്ങൾക്ക് നേതാവില്ലേ, അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന നേതാവില്ല എന്നുള്ളതാണ് വലതുപക്ഷത്തിന്റെ ദുരവസ്ഥ. അതിനെ മറക്കാനുള്ള ജാള്യതയിൽ നിന്നാണ് ദേശസ്നേഹത്തിന്റെ ഒഴുക്ക് അണപൊട്ടി ഒഴുകുന്നത്. അങ്ങനെയാണല്ലോ. നമ്മൾക്കൊക്കെ നമ്മുടെ മാതാപിതാക്കളെ സ്നേഹമാണ്, അമ്മയെ സ്നേഹമാണ്. ആരെങ്കിലും നമ്മൾ പൊതുസ്ഥലത്ത് പോയിട്ട് ദിവസം 3 നേരം എനിക്ക് അമ്മയെ ഇഷ്ടമാണ് പറയും. അങ്ങനെ പറയുന്നുണ്ട് ആരെങ്കിലും എന്ത് കരുതാം? രാത്രി പോയിട്ട് വീട്ടിൽ അമ്മയെ തല്ലുണ്ട് എന്ന് ഉറപ്പിക്കാം. അതുകൊണ്ടാണല്ലോ എനിക്ക് അമ്മയെ സ്നേഹമാണെന്ന് പൊതു സദസ്സിൽ വെച്ച് വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അടി കൂടെ പാരപണിയുണ്ട് എന്നാണ്. ദേശസ്നേഹത്തിന്റെ വായ്ത്താരി എല്ലായ്പ്പോഴും കപടദേശീയതയുടെ, അതിദേശീയതയുടെ വായ്ത്താരി സ്വയം വിളിച്ചു പോവുകയും മറ്റുള്ളവരെ അങ്ങനെ പറയാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നത് ഈ ജാള്യതയിൽ നിന്നാണ്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സന്ദർഭത്തിലാണ് ഇതിലെ മൂലധന താല്പര്യത്തെക്കുറിച്ച്, മൊത്തം ദേശീയതയുടെ കുത്തകാവകാശം തങ്ങൾക്കായി സ്വന്തം കൈപ്പിടിയിലാക്കുന്നതിന് ആത്യന്തികമായി പവർ ബേസ്, അധികാരത്തിന്റെ അടിസ്ഥാനം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രൊപ്പഗാൻഡയും വിഭാഗീയ പ്രവർത്തനങ്ങളും നടക്കുന്നത് എന്നതാണ് അതിൻ്റെ അടിയൊഴുക്ക്, അല്ലെങ്കിൽ അന്തർധാര. അപ്പോ ഈ രീതിയിലുള്ള ഒരു സമൂഹത്തിലെ ഒരവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യൻ ദേശീയതയെക്കുറിച്ച് വീണ്ടും നാം ചർച്ച ചെയ്യാൻ നിർബന്ധിതരാവുന്നത്. കാരണം ഇന്ത്യൻ ദേശീയതയുടെ അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച്, എങ്ങനെയാണ് അത് നിർമ്മിതമായതെന്നും പുരോഗമിച്ചതെന്നും ഇന്നത്തെയുള്ള അവസ്ഥയിലെത്തിയതെന്നുമുള്ളതിനെ കുറിച്ചുള്ള ധാരണയില്ലായ്മ ഒക്കെ ഇന്ത്യൻ ദേശീയതയെക്കുറിച്ച് എന്തു പറയാനും എന്ത് പ്രചരണം ചെയ്യുന്നതിനും വലത് വിഭാഗീയ ശക്തികളെ കയ്യിൽ ആയുധം നൽകുന്നു, അല്ലെങ്കിൽ അവരെ എളുപ്പമാക്കുന്നു എന്നതാണ് നമ്മളുടെ കടമ കൂടുതൽ ദുഷ്കരമാക്കുന്നത്. കാരണം നുണ പറയാൻ വലിയ വിഷമമൊന്നുമില്ല, പക്ഷെ സത്യം ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വളരെ ശ്രമകരമായിട്ടുള്ള ജോലിയാണ്. ദേശീയത, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ദേശീയത ടൈം ഇമ്മോറിയൽ, പണ്ട് മുതലേ
ഇന്ത്യ അനാദികാലം മുതൽ ഒരു ഒരു രാഷ്ട്രമായിട്ട്, ഒരു ഹിന്ദു നേഷനായിട്ട് നിലനിൽക്കുന്നു എന്നതാണ് വലത് ശക്തികളുടെ പ്രചാരം. അങ്ങനെയല്ലേ? ഗോൾവാൾക്കറുടെ ഇത് നോക്കിയാലേ, ബെഞ്ച് ഓഫ് തോട്ട്സ്, വിചാരധാരയിലെ അദ്ദേഹം എന്താ പറഞ്ഞത്? Since times immemorial, a great and cultured people called by the name Hindu have been living here as the children of the sacred motherland. വളരെ പണ്ട് മുതലേ, അനാദികാലം മുതലേ ഹിന്ദു എന്ന പേരിലുള്ള ഒരു സമൂഹം ഈ ഭൂവിഭാഗത്ത്, ഇന്ത്യ ഉപഭൂഖണ്ഡത്തെ ജീവിച്ചിരുന്നു എന്നാണ് ഗോൾവാൾക്കർ എഴുതിയത്. അതാണ് സംഘപരിവാർ വിശ്വസിക്കുന്നതും പിന്തുടരുന്നതും. എല്ലാ ധാരകളെയും, എല്ലാ സാംസ്കാരിക ധാരകളെയും, എല്ലാ സാമൂഹ്യ ധാരകളെയും ഹിന്ദു എന്ന ഒരു വിഭാഗത്തിൽ, ഒരു നാമധേയത്തിന് കീഴിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം, അതിനുള്ള സാംസ്കാരികമായിട്ടുള്ള, രാഷ്ട്രീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, പ്രചാരണങ്ങൾ, ഇതൊക്കെയാണ് ഇന്ത്യൻ ദേശീയതയെ ഇന്ന് അടയാളപ്പെടുത്തുന്നത്. ഹിന്ദു എന്ന ഒരു മത നിർവചനം തന്നെ വന്നിട്ട് ചരിത്രത്തിലേറെ കാലമായിട്ടില്ലാത്ത ഒരവസ്ഥയിൽ എവിടെ നിന്നാണ് ഈ ഹിന്ദു നേഷൻ വരുന്നത്? ഹിന്ദു എന്ന മതസംജ്ഞ തന്നെ വന്നിട്ട് ഏറെ കാലമായിട്ടില്ലാത്ത ഒരു ചരിത്ര സന്ധിയിൽ നമുക്കറിയാം, പേർഷ്യൻ ഭാഷയിലെ സ എന്ന ശബ്ദമില്ലാത്തത് കൊണ്ടാണ് നമ്മെ ഹിന്ദു എന്ന് അടയാളപ്പെടുത്താൻ ഇടയായത് എന്ന്. പേർഷ്യക്കാരാണ് ആദ്യം സിന്ധു നദി അതിൻ്റെ ഭാഗത്തൊക്കെ താമസിക്കുന്ന ആൾക്കാരെ വിശേഷിപ്പിക്കാൻ വേണ്ടി സിന്ധ് എന്ന് വിളിച്ചു തുടങ്ങിയത്. പക്ഷെ അവർക്ക് അതിൽ സ എന്നുള്ള ശബ്ദമില്ല അവരുടെ ഭാഷയിൽ, അതുകൊണ്ടത് ഹിന്ദ് എന്നായി. അതിനുശേഷം പിന്നെ അറബിയുടെ അൽ ഹിന്ദൊക്കെ വരുന്നത്. അങ്ങനെയാണ് ഹിന്ദു എന്ന പേര് തന്നെ വരുന്നത്. അതും പ്രദേശവാസികളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് മതത്തിനെ സൂചിപ്പിക്കുന്നതല്ല. അതൊക്കെ പിന്നെ വളരെ ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പം അത് തന്നെ വളരെ റീസെൻ്റായി, വളരെ അടുത്ത കാലത്തുണ്ടായ സംഭവം ആയിരിക്കെ എവിടെ നിന്നാണ് ഈ ഹിന്ദു രാഷ്ട്രം അനാദികാലം മുതൽ തന്നെ വരുന്നത്? വളരെ ചരിത്രത്തോട് യാതൊരു നീതിയും പുലർത്താത്ത ചില അവകാശവാദങ്ങളാണ്. അതിനൊപ്പം നമ്മൾ അറിയേണ്ടത്, ഇന്ന് നിങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മളൊക്കെ ഒന്ന് എന്ന് പറയുന്നവരോട് എപ്പോഴാണ് ത്രൈവർണികരൊഴിച്ച് ബാക്കിയുള്ളവര്, ശൂദ്രനും പഞ്ചമരും അതിനും പുറത്തുള്ളവരുമൊക്കെ ബഹുഭൂരിപക്ഷം വരുന്ന ജനത നിങ്ങളുടെ കൂട്ടത്തിലുള്ളതായത് എന്ന ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു? ഇന്ത്യയുടെ ചരിത്രം അതല്ലേ സൂചിപ്പിക്കുന്നത്? വളരെ വളരെ വിഭിന്നമായിട്ടുള്ള രീതിയിൽ, വളരെ അനന്യമായിട്ടുള്ള രീതിയിൽ ഒക്കെ ഉയർന്നു വന്നതാണ് പലപ്പോഴും ഇന്ത്യയിലെ പല പ്രാദേശിക ദേശീയതകളും. അതിനെയാണ് നാം കൂട്ടിക്കുഴച്ച് ഇന്ന് ഹിന്ദു ദേശീയത എന്ന ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് വലത് വിഭാഗീയ ശക്തികൾ. അതിനെയാണ് നമുക്ക് എതിരിടേണ്ടതായിട്ടുള്ളത്. അതിനാണ് നാം ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രം ബോധിപ്പിക്കേണ്ടതിൻ്റെ, പ്രചരണത്തിൻ്റെ ആവശ്യകത, ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത ഒക്കെ പ്രധാനമായിട്ട് വരുന്നത്. കേരളത്തിൻ്റെ മാത്രം ഉദാഹരണം എടുക്കാം, നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള. കേരളത്തിൽ ആദ്യമായിട്ട് വരുന്ന മതം വൈദിക മതമല്ല, ബ്രാഹ്മണ മതമല്ല. കേരളത്തിൽ വരുന്ന മതം ഏതാണ്? ആദ്യം ബുദ്ധ ജൈന മതങ്ങളാണ്. അതിനു മുമ്പ് ബുദ്ധ ജൈന മതങ്ങളുള്ള സമയത്തും ജാതിയുടേതോ ഐത്തത്തിൻ്റെതോ യാതൊരു ആചാരങ്ങളും സാമൂഹ്യ ക്രമങ്ങളും ഇല്ലാതിരുന്ന ഒരു സമൂഹത്തിലേക്ക് വളരെ കഴിഞ്ഞാണ്, 8-ാം നൂറ്റാണ്ടോടുകൂടിയൊക്കെയാണ് വൈദിക മതം അതിൻ്റെ വർണ്ണവ്യവസ്ഥയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ജാതി വ്യവസ്ഥയുമായി, ഐത്താചരണങ്ങളുമായിട്ടൊക്കെ 8 മുതൽ 11 വരെയുള്ള നൂറ്റാണ്ടുകളിലാണ് കേരളം ആകെ മാറി മറിയുന്നത്. അതുവരെ നമുക്കറിയാം, ഇന്ത്യയിൽ 300
BCE മുതൽ ഏതാണ്ട് 1200 12ാം നൂറ്റാണ്ട് വരെ വളരെ പ്രബലമായിട്ടുള്ള ഒരു മതമാണ് ബുദ്ധമതം. വളരെ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകാതെ തന്നെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രബലമായിട്ടുള്ള വളരെ വ്യാപകമായിട്ടുള്ള ഒരു ചരിത്രമുണ്ട് ബുദ്ധ ജൈന മതങ്ങളുടേതായിട്ടുള്ള. കേരളത്തിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ഭാഷ പോലും കേരളത്തിൻ്റെ മലയാളത്തിന് കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് പാലിയോടാണ്, സംസ്കൃതത്തിനോടല്ല. മലയാള ഭാഷയിൽ കൂടുതൽ സ്വാധീനം ചെലുത്തിയിരിക്കുന്നത് പാലിയാണ്. അതിന് കാരണം ബുദ്ധമതത്തിൻ്റെ സ്വാധീനങ്ങളാണ്. നമുക്കറിയാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒരുപാട് ക്ഷേത്രങ്ങളും ബുദ്ധവിഹാരങ്ങളായിരുന്നു. മലയാളത്തിൽ നമ്മൾ പച്ച മലയാളം എന്ന് നാം കരുതുന്ന പല വാക്കുകളും ഇൻക്ലൂഡിങ് അമ്മ, അച്ഛൻ, അളിയൻ, അമ്പലം, അങ്ങാടി, ഇങ്ങനെ ഒരുപാട് വാക്കുകൾ ഇതൊക്കെ പാലിയിൽ നിന്ന് വന്ന വാക്കുകളാണ്. ഒരുപാട് സംസ്കൃതത്തിനൊക്കെ വളരെ നാമമാത്രമായിട്ടൊരു സ്വാധീനമുള്ളതാണ്. അപ്പോൾ അന്നത്തെ ചേരനാടും ഇന്നത്തെ കേരളം, തമിഴ്നാടും ഒക്കെ ജാതി വ്യവസ്ഥ അന്യമായി നിന്ന ഒരു സാമൂഹ്യ ജീവിതക്രമത്തിലാണ് വളർന്നു വന്നത്. നമ്മളെ കാണാറില്ലേ ആയുർവേദത്തിനെ കുറിച്ച് ഇപ്പം അച്ചടിച്ച പഴയൊരു പുസ്തകം വെച്ചുകൊണ്ടുള്ള പരസ്യം, 5000 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ആയുർവേദം. യഥാർത്ഥത്തിൽ ചികിത്സാ രീതിയിലെ വളരെ കാര്യമായിട്ട് രോഗത്തെ ചികിത്സിക്കേണ്ടതാണ് എന്നുള്ള ഒരു ആശയം വരുന്നത് തന്നെ ബുദ്ധമതത്തിൽ നിന്നാണ്. ആയുർവേദം കേരളത്തിൽ കൊണ്ടുവന്നത് ബുദ്ധമതമാണ്. ബുദ്ധനെ ഈ ആര്യൻ എന്നുള്ള വാക്ക് ബുദ്ധനെ സൂചിപ്പിക്കുന്നതാണ്. അജ്ജൻ, ആര്യൻ, അയ്യൻ ഇതൊക്കെ ബുദ്ധന്റെ പര്യായങ്ങളാണ്, ബുദ്ധനെ സൂചിപ്പിക്കുന്നതാണ്. അത് അങ്ങനെയാണ് നമ്മൾ ആര്യവൈദ്യം ഉണ്ടാവുന്നത്. ബുദ്ധമതം കൊണ്ടുവന്ന ആയുർവേദമാണ്. കേരളത്തിൽ നമ്മൾ ഒക്കെ അറിയാം, കേരളത്തിലും സിലോണിലും മാത്രമാണ് അഷ്ടാംഗ ഹൃദയവും അഷ്ടാംഗ സംഗ്രഹവും പിന്തുടരുന്നത് ആയുർവേദത്തിൽ. വടക്കേ ഇന്ത്യയിലെ അഷ്ടാംഗ ഹൃദയം ആരും പിന്തുടരാറില്ല. അവിടെ ചരക സംഹിതയും സുശ്രുതന്റെ സംഹിതയാണ്. അതിന് കാരണം വടക്കേ ഇന്ത്യയിലെ ബുദ്ധമതം ക്ഷയിക്കുകയും വാഗ്ഭടാചാര്യൻ സിലോണിലേക്ക് പോവുകയും അവിടെ നിന്ന് കേരളത്തിലേക്ക് ബുദ്ധമതം പ്രചരിക്കാൻ വേണ്ടി വരികയും അങ്ങനെയാണ് ആയുർവേദം കേരളത്തിൽ പ്രചാരത്തിലാവുന്നത്. ബുദ്ധമതം അവർ കൊണ്ടുവന്ന ഔഷധ സസ്യങ്ങളിലൊന്നാണ് ഈ ആര്യവേപ്പ് എന്ന് പറയുന്നത്. വളരെ രസകരമായിട്ടുള്ള മറ്റൊന്ന് ഇടയ്ക്ക് കണ്ടത്, ഈ നമ്മൾ അയ്യോ എന്ന് പറയുന്നത്, അയ്യോ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബുദ്ധനെ വിളിക്കുകയാണ്. അയ്യോ എന്നത് നമ്മളെ ഗുരുവായൂരപ്പ, കൃഷ്ണ, കർത്താവേ, അള്ളാ എന്നൊക്കെ പറയുന്നത് പോലെ ബുദ്ധനെയുള്ള വിളിയാണ് അയ്യോ എന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ പല വീടുകളിലും ഇപ്പോഴും സന്ധ്യയ്ക്ക് നിങ്ങൾ അയ്യോ എന്ന് വിളിച്ചാൽ അത് അപശകുനമാണ്, അല്ലേ? അയ്യോ എന്ന് വിളിക്കരുതെന്ന് പറയും. ബുദ്ധ മതത്തോടുള്ള എതിർപ്പ്, വെറുപ്പൊക്കെ അയ്യോ എന്ന് ഉള്ള ആ വിളിയോട് വളരെയേറെ വെറുപ്പ് വളർത്തിയെടുത്ത ഒരവസരമുണ്ടായിരുന്നു. അതിൽ നിന്ന് വരുന്നതാണ്. അപ്പം പറഞ്ഞു വന്നത് ഒരുപാട് ചരിത്രമുണ്ട് ആ വഴിക്ക്. ഇത്തരം വളരെ വിഭിന്നമായിട്ടുള്ള സാംസ്കാരിക പാരമ്പര്യമുള്ളതാണ് ഇന്ത്യയുടെ പല പല ദേശങ്ങളും പല പ്രദേശങ്ങളും പല സംസ്ഥാനങ്ങളും. യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ഡൈവേഴ്സിറ്റിയേക്കാൾ അവിടെ ഒരു ലാംഗ്വേജിൻ്റെ, ഒരു ഭാഷയുടെ കോർത്തിണക്കെങ്കിലും ഉണ്ട്. അതിനേക്കാൾ ഏറെ ഡൈവേഴ്സാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ, വിവിധ പ്രദേശങ്ങൾ. കേരളത്തിലേക്ക് 8-11 നൂറ്റാണ്ടിലൊക്കെ വൈദിക മതം വരികയും ജാതിയുടെ വളരെ നിഷ്ഠൂരമായിട്ടുള്ള വ്യവസ്ഥ സ്ഥാപിതമാവുകയും ഒക്കെ ചെയ്തിട്ടുള്ള അതിൻ്റെ കഥകൾ വളരെയേറെയാണ്. അതിൻ്റെ ചില തെളിവുകളും അതിൻ്റെ ഉത്തരവുകളും ഒക്കെ കേട്ടാൽ ഇപ്പോൾ നമ്മൾ ആരോടെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുക തന്നെയില്ല. അടിക്കണക്കിന് ഓരോ ജാതിക്കാരും മറ്റ് മേൽജാതിക്കാരിൽ നിന്ന് പാലിക്കേണ്ട അകലത്തെക്കുറിച്ചുള്ള വിളംബരങ്ങളും ഇതൊക്കെ ഇപ്പോൾ ഒന്നും നമ്മൾ വിശ്വസിക്കാനും കൂടി പറ്റില്ല. അതിൽ ഒരു നാടുവാഴിയുടെ വിളംബരം ഇത് കണ്ട്, കാർത്തികപ്പള്ളി വെട്ടിമന നാടുവാഴിയുടെ ഒരു വിളംബരമുണ്ട്, വളരെ രസമാണ്. ഇപ്പം നമ്മളത് വായിക്കുന്ന സമയത്ത് അത് ഇങ്ങനെയാണ്:
നമ്മുടെ രാജ്യത്ത് സ്വജാതിയിലോ ഉയർന്ന ജാതിയിലോ പെട്ട പുരുഷന് വശംവദയാകാത്ത സന്മാർഗഹീനകളായ സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവരെ ഉടൻ വധിക്കേണ്ടതാകുന്നു. നമ്മൾ തമാശ ചെയ്താ വിചാരിക്കില്ലേ? നമ്മുടെ രാജ്യത്ത് സ്വജാതിയിലോ ഉയർന്ന ജാതിയിലോ പെട്ട പുരുഷന് വശംവദയാകാത്ത സന്മാർഗഹീനകളായ സ്ത്രീകളാണ്. സന്മാർഗത്തിന്റെ നിർവചനം ഏതാണ്ട് ശരിയായില്ലേ? ഇത്തരത്തിലാണ് നമ്മുടെ ജാതി വ്യവസ്ഥ എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. പക്ഷേ അതറിയാത്ത ഒരു വലിയ വലിയ ജനവിഭാഗം, ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായിരുന്നു എന്ന് പോലും അറിയാത്തൊരു വിഭാഗം, അവരെയൊക്കെ കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഹിന്ദു എന്നും പറഞ്ഞു പോണത് അല്ലേ? 1921 SNDP ഒരു പ്രമേയം പാസ്സാക്കണ്ടേ, ഈ നമ്മൾ ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് കേട്ടിട്ടുണ്ട്. ക്ഷേത്രത്യാഗ പ്രമേയം എന്നാണ് അതിന്റെ പേര്. ക്ഷേത്രത്യാഗ പ്രമേയം 1921. എന്താ പ്രമേയം? അവർണരെ പ്രവേശിപ്പിക്കാത്ത ക്ഷേത്രങ്ങളിലെ ഹുണ്ടികയിൽ ഞങ്ങൾ വഴിപാടിടുന്നതല്ല എന്ന് SNDP ഒരു പ്രമേയം പാസ്സാക്കി. അത് നവോത്ഥാനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരുന്ന ഉയർത്തെഴുന്നേൽപ്പോ അല്ലെങ്കിൽ അതിലെ ഉന്നതമായിട്ടുള്ള സമരബോധത്തിൽ നിന്നൊക്കെ വരുന്നതാണ്. എന്നിട്ട് അതിലൊരു ക്ഷേത്രത്തിലെ അടിച്ചുതളിക്കാരി കോടതിയിൽ വ്യവഹാരത്തിന് പോയി. എൻ്റെ ശമ്പളം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ആഴ്വാഞ്ചേരി തമ്പ്രാക്കളാണ് അതിൻ്റെ ഉടമസ്ഥർ. അയാൾക്കെതിരെ കോടതിയിൽ വ്യവഹാരത്തിന് പോയി. അപ്പോൾ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ പറഞ്ഞ കോടതിയിൽ സമർപ്പിച്ച ഈ രേഖയാണിത്. ക്ഷേത്രത്യാഗ പ്രമേയം കാരണം നടവരവ് കുറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ശമ്പളം കൊടുക്കാൻ വഴിയില്ല. അപ്പോൾ പൈസ ആവാം, കുണ്ടിക പുറത്ത് വെച്ചിട്ടുണ്ട്, അതിലിട്ടിട്ട് പോവാം എന്നുള്ള ഇത്തരം ചിഹ്നങ്ങള്, ഇത്തരം അടയാളങ്ങൾ, ഇത്തരം തെളിവുകൾ അവശേഷിക്കൊണ്ടാണ് ചരിത്രം മുന്നോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊന്നും നിഷേധിക്കാൻ പറ്റുന്നതല്ല. പക്ഷേ അത് അറിയുന്നത് വളരെ കുറച്ച് പേർക്കാണ്. അതുകൊണ്ട് ഇപ്പോ ഞങ്ങളൊക്കെ ഹിന്ദുക്കളെ എന്ന് പറഞ്ഞു വരുന്നവരോട് ആരൊക്കെയാണ് ഞങ്ങള് എന്ന് നമുക്ക് തിരിച്ചു ചോദിക്കേണ്ടതുണ്ട്. അതിലെ ഒരു വലിയൊരു വിഭാഗത്തെ ഒഴിവാക്കിയ ഒരു ചരിത്രം നമ്മുടെ പിന്നിലുണ്ട്. അത് വെച്ചുകൊണ്ടാണ് ഇപ്പോ തങ്ങളുടെ രാഷ്ട്രീയ അധികാരം ഉറപ്പിക്കുന്നതിന് വേണ്ടി കഴിയാവുന്ന എല്ലാ വിഭാഗത്തെയും കൂട്ടി ഹിന്ദുവിന്റെ ബാനറിലേക്ക് കൊണ്ടുവരുന്നത്. സഹോദരൻ അയ്യപ്പന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു വാചകമുണ്ട്. തീയനും മറ്റും ഇപ്പോ തങ്ങള് ഹിന്ദു മതക്കാരാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് കാലപ്പഴക്കം കൊണ്ട് അടിമയ്ക്ക് ചങ്ങല സ്വന്തമാണ് എന്ന് തോന്നുന്നത് പോലെയാണ് എന്നാണ് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞത്. അടിമയ്ക്ക് ചങ്ങല സ്വന്തമാണെന്ന് തോന്നുന്ന പോലെയാണ് തീയന് ഹിന്ദു മതം എൻ്റെ ആണെന്ന് ഇപ്പൊ തോന്നുന്നുണ്ടെങ്കിൽ അത് അതുപോലെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ ഒരു ചരിത്രത്തിന്റെ പശ്ചാത്തലം അതിൽ നിന്ന് കൊണ്ടുവേണം നമ്മൾ ഏത് സമൂഹത്തിലേക്കാണ് ദേശീയതയുടെ സങ്കല്പങ്ങൾ പ്രവേശിക്കുന്നത് എന്ന് നോക്കാൻ. 1818-19 നൂറ്റാണ്ടുകളിൽ ലോകം ഒന്നിച്ച് ദേശീയതയെക്കുറിച്ചുള്ള വിചാരങ്ങള്, സങ്കല്പങ്ങള്, വിപ്ലവങ്ങള് ഒക്കെ വളരെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ജർമ്മനിയുടെ യൂണിഫിക്കേഷൻ, ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ, മെസ്സിനിയുടെ യങ് ഇറ്റലി എന്നാണ് യങ് ഇന്ത്യ എന്നുള്ള അവസാനം വരുന്നത്. ഗാന്ധിജി മെസ്സിനിയുടെ വലിയൊരു ആരാധകനായിരുന്നു, അനുയായിയായിരുന്നു. ഈ ഒരു സന്ദർഭത്തിലാണ് നമ്മളുടെ ഇന്ത്യയിലെ ദേശീയതയെ കുറിച്ചുള്ള വിചാരങ്ങള്, സമരങ്ങളൊക്കെ ഉയർന്നു വരാൻ തുടങ്ങിയത്. 1880, 1890 അത് തുടങ്ങുന്നത്. ഇതുപോലെ വളരെ വിഭിന്നമായിട്ടുള്ള പ്രാദേശിക സാംസ്കാരിക സമൂഹങ്ങളിലേക്കാണ് ഇത്തരം ഒരു സങ്കല്പവുമായിട്ട് നമ്മൾ ഇറങ്ങിച്ചിരുന്നത്. അപ്പൊ ഇന്ത്യയുടെ ദേശീയത എന്നത് അതുവരെ അങ്ങനെ ഒരു ഇന്ത്യൻ ദേശീയത ഇല്ല. അതാണ് നമ്മൾ വളരെ പ്രധാനമായിട്ടും മനസ്സിലാക്കാനുള്ളത്. ഈ ദേശീയത എന്നുള്ളത് അത് അനാദികാലം മുതൽ വരുന്നതൊന്നുമല്ല, ഒരു പിതൃസ്വത്ത് പോലെ നമുക്ക് കൈമാറ്റം ചെയ്യുന്നതല്ല, പണ്ടേ ഉണ്ടായിരുന്നൊരു സാധനമല്ല. അതൊരു നിർമ്മിതിയാണ്, അതൊരു പ്രക്രിയയാണ്. ദേശീയത നമ്മളെ നിർമ്മിച്ചെടുക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ ദേശീയതയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നിർമ്മിതിക്ക്, അതിൻ്റെ എവല്യൂഷന്, അതിൻ്റെ സ്വഭാവത്തിന് ഒക്കെ വളരെ കണിശമായിട്ടുള്ള സ്വാധീനം ചെലുത്തുകയും അതിൻ്റെ കാറ്റലിസ്റ്റായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തത് തീർച്ചയായും ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനെതിരെയുള്ള
സമരത്തിൽ നിന്നാണ്, ദേശീയ പ്രസ്ഥാനത്തിൽ നിന്നാണ് ഇന്ത്യൻ ദേശീയത രൂപപ്പെട്ടു വരുന്നത്. അങ്ങനെ ഒരു സങ്കല്പം വരുന്നത്. അതോടൊപ്പം തന്നെ പ്രാദേശികമായ സംസ്കാരങ്ങൾ, അതിൻ്റെ പ്രാദേശിക ദേശീയതകൾ ഉരുത്തിരിഞ്ഞു വരുന്നു. 1918 കോൺഗ്രസ് തീരുമാനിക്കുന്നത് പ്രാദേശികമായിട്ടുള്ള ഭാഷാടിസ്ഥാനത്തിൽ ഉള്ള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾ വേണമെന്ന്. 1918 കോൺഗ്രസിന്റെ പ്രമേയമാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള പ്രദേശങ്ങളിൽ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾ ഉണ്ടാക്കണം. അങ്ങനെയാണ് 1922 KPCC ഉണ്ടാവുന്നത്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഉണ്ടാവുന്നത് 1922 കേരളം വന്നില്ല, പക്ഷേ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഉണ്ടാവുന്നു. എന്ന് വെച്ചാൽ ഭാഷാ സംസ്ഥാനം എന്ന ഒരു ആശയം ജനങ്ങളിലേക്ക് വരികയാണ്. അതിനൊക്കെ ശേഷം വളരെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഭാഷാ സംസ്ഥാനങ്ങൾ ഉണ്ടാവുന്നില്ലേ. ആദ്യം ദർ കമ്മിറ്റി ഉണ്ടാവുന്നു. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് എന്തായിരുന്നു? ഭാഷാ സംസ്ഥാനങ്ങൾ അസംഭവ്യം, ഇംപോസിബിൾ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ ഉണ്ടാക്കാൻ പറ്റില്ല, നിർണയിക്കാൻ കഴിയില്ല. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വികാരം ഉയർന്നു വരുന്നു കഴിഞ്ഞു. EMSന്റെ കേരളം മലയാളികളുടെ മാതൃഭൂമി, അതുപോലെ സുന്ദരയ്യയുടെ, ഭവാനി സെന്നിന്റെ, ഇങ്ങനെയുള്ള പ്രാദേശികമായിട്ടുള്ള ഭാഷാബോധം, സ്വത്വബോധം, ഭാഷാ അടിസ്ഥാനത്തിലുള്ള സ്വത്വബോധം വളർന്നു വരികയാണ്. ദർ കമ്മിറ്റിയുടെ ശുപാർശയ്ക്കെതിരെ ജനങ്ങളിലെ പ്രതിഷേധം ഉയരുന്നു. അത് കഴിഞ്ഞ് പിന്നെ JVP കമ്മീഷൻ ഉണ്ടായി. ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ, JVP കമ്മിറ്റി വരുന്നു. ഇതേ കാര്യത്തെക്കുറിച്ച്, ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനരേകീകരിക്കുന്നതിനെ കുറിച്ച് അവരും പറഞ്ഞു ഇംപോസിബിൾ. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരാവശ്യമായി കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും അതിനുശേഷം വരുന്ന കമ്മീഷനാണ് സർദാർ KM പണിക്കരും ഹൃദയനാഥ് കുൻസുറോക്കുള്ള ആ കമ്മിറ്റിയാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിക്കാം എന്ന ഒരു റെക്കമെൻഡേഷനുമായിട്ട് വരുന്നത്. അതിനു മുമ്പ് പോറ്റി ശ്രീരാമുലുവിൻ്റെ രക്തസാക്ഷിത്വം ആന്ധ്രയിൽ. അങ്ങനെയാണ് അവസാനം 53 ആന്ധ്ര സംസ്ഥാനം ഉണ്ടാവുന്നത്. 56 നവംബറിലാണ് ബാക്കി സംസ്ഥാനങ്ങൾ ഉണ്ടാവുകയും അത് റാറ്റിഫൈ ചെയ്യുന്നത്. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച സംസ്ഥാനത്തിൻ്റെ അത് കഴിഞ്ഞിട്ട് അത് പല ഘട്ടങ്ങളാണ്. ഇന്ന് ആന്ധ്രയും തെലുങ്കാനയും വിഭജിക്കപ്പെട്ടത് ഒരേ ഭാഷ സംസാരിക്കുന്ന സംസ്ഥാനമാണ്. പക്ഷെ അവിടെ എത്തുമ്പോഴേക്കും ഭാഷ എന്നുള്ള അടിസ്ഥാന ഏകകം മാറിക്കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് അത് പ്രാദേശിക വികസന അസന്തുലിതാവസ്ഥയുടെയൊക്കെ കാരണം. അതാണ് അതിൻ്റെ മോട്ടിവേഷൻ. അത് മറ്റൊരു വിഷയം. പക്ഷേ ഈ ഒരു വികാരം, ഈ ഒരു പ്രാദേശിക ദേശീയത വളർന്നു വരികയാണ്. പക്ഷെ അതൊരിക്കലും ഇന്ത്യൻ ദേശീയതയ്ക്ക് എതിരായിട്ടല്ല വളർന്നു വന്നത്. എല്ലാ പ്രാദേശിക ഇത് വളരെ പ്രധാനമാണ്. ഇന്ന് പ്രാദേശിക ദേശീയതകളോടുള്ള, വിവിധ വിഭാഗങ്ങളോടുള്ള ഭരണകൂടത്തിൻ്റെ വലത് വിഭാഗീയതയുടെ മനോഭാവം, നടപടികൾ ഒക്കെ പ്രതിരോധിക്കുന്നതിന് ഇത്തരമൊരു ചരിത്ര പശ്ചാത്തലത്തിൻ്റെ പിൻബലം ആവശ്യമുണ്ട്. ഈ പ്രാദേശിക ദേശീയതകൾ സമഗ്ര ദേശീയതകളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് വളർന്നത്. അങ്ങനെ ആണല്ലോ അത്. നമ്മൾ ഇന്ത്യക്കാരനാവുന്നത് എപ്പോഴാണ്? ഇന്ത്യയുടെ പുറത്തു പോകുമ്പോഴാണ്. ഇന്ത്യയുടെ ഉള്ളിൽ നമ്മൾ കേരളമോ തമിഴ്നാടോ ആന്ധ്രയോ ബീഹാറോ മധ്യപ്രദേശോ ഒക്കെ. കേരളത്തിൻ്റെ ഉള്ളിൽ നമ്മൾ തെക്കനും വടക്കിനും ആവും. ജില്ലയിൽ പോകുന്നതോടത്തോടെ വീണ്ടും നമ്മൾ മോർ ഗ്രാനുലർ ആവും. ഇങ്ങനെയാണ് അത്. ഇതൊരിക്കലും ഞാൻ പാലക്കാടുകാരനാണെന്ന് പറഞ്ഞാൽ ഞാൻ കേരളത്തെ നിരാകരിക്കലല്ല, ഞാൻ കേരളീയനാണെന്ന് പറയുന്ന ഇന്ത്യൻ ദേശീയതയെ നിരാകരിക്കില്ല. ഇത്തരം ഒരു അവസ്ഥയിലാണ് പ്രാദേശിക ദേശീയതകൾ ഉയർന്നു വന്നത്. വളരെ സങ്കുചിതമായ, വളരെ കംപ്ലീറ്റ് ആയിട്ടുള്ള, പൂർണ്ണമായിട്ടുള്ള ഒരു പ്രാദേശിക ദേശീയതയുടെ എല്ലാ സ്വഭാവവും ഉണ്ടായിരുന്ന തമിഴ് സംസ്കാരം പോലും, തമിഴ് പ്രാദേശിക ദേശീയത പോലും ആന്റി ബ്രാഹ്മണിസവും ആന്റി ഹിന്ദിയും കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പോലും ഇന്ത്യൻ ദേശീയതയ്ക്ക് എതിരായിരുന്നില്ല. അത് ഓരോ ഭാഷയിലും. അതുകൊണ്ടാണല്ലോ വള്ളത്തോള് പാടുന്നത് അല്ലേ? ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന പേര് കേട്ടാലോ തിളക്കണം. ഒന്നായിട്ടല്ല, തിളക്കണം ചോര നമുക്ക് ജരമ്പുകളിൽ. ഒന്നായിട്ട് എടുത്ത് പറഞ്ഞല്ല, ഭാരതത്തിനെ കുറിച്ച് മാത്രം പറഞ്ഞല്ല, കേരളത്തിനെ കുറിച്ച് മാത്രം പറഞ്ഞല്ല. അതേപോലെ തന്നെ മറ്റൊരു ക്ലാസിക് ഉദാഹരണമാണ് സുബ്രഹ്മണ്യ ഭാരതിയുടേത്.
അപ്പോൾ ഒരു പ്രാദേശിക ദേശീയതയും ഇന്ത്യൻ സമഗ്ര ദേശീയതയ്ക്ക് എതിരായിരുന്നില്ല, അതിന്റെ കോംപ്ലിമെന്റിങ് ആയിരുന്നു, ഇൻക്ലൂസീവ് ആയിരുന്നു. അത് നാം അംഗീകരിക്കേണ്ടതുണ്ട്. കാരണം ഇന്ത്യ എന്ന ദേശീയതയെക്കുറിച്ച്, ഇന്ത്യയുടെ രാഷ്ട്രത്തെക്കുറിച്ച് ചർച്ച വരുമ്പോൾ പിന്നീട് ഇന്ത്യ ഒരു ഫെഡറൽ സെറ്റപ്പ് ആയിരിക്കണമോ, ഇന്ത്യ ഒരു യൂണിറ്ററി സെറ്റപ്പ് ആയിരിക്കണമോ എന്നുള്ള രണ്ട് ക്യാമ്പുകളുടെ വടംവലി നടക്കുന്നുണ്ട്. അപ്പോ ഇന്ത്യൻ പ്രാദേശിക ദേശീയതകളെ, അവയുടെ തനിമയെ, അവയുടെ അസ്തിത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അവയെ ബഹുമാനിച്ചുകൊണ്ടുള്ള ഒരു കോൺഫെഡറേഷൻ, ഒരു ഫെഡറൽ സിസ്റ്റത്തിന് മാത്രമേ ഇന്ത്യൻ ദേശീയതയെ, അതിൻ്റെ കെട്ടുറപ്പിനെ നിലനിർത്താൻ കഴിയൂ എന്ന് നാം അംഗീകരിക്കണം. കാരണം പല ദേശീയതകളിലും, പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബി ഭാഷാ സംസ്ഥാനം എന്നുള്ള രീതിയിലാണ് രൂപം കൊണ്ടത്. സിഖ് സംസ്ഥാനം എന്നുള്ള നിലയ്ക്കല്ല. പഞ്ചാബ് രൂപം കൊള്ളുമ്പോൾ അവിടുത്തെ സിഖ് ജനസംഖ്യ 6.5%, മുസ്ലിംസ് 54%, ഹിന്ദു 22%. അപ്പൊ സിഖ് സംസ്ഥാനമായിട്ടല്ല അന്ന് വന്നത്. സിഖ് ഭൂരിപക്ഷമാവുന്നത് പിന്നെ പഞ്ചാബിൽ നിന്ന് ഹരിയാനയും ഹിമാചൽ പ്രദേശും മാറിപ്പോയി കഴിഞ്ഞിട്ടാണ്. പിന്നീട് അവിടെ 54% സിഖുകാരാവുന്നത്. അതുകൊണ്ട് ഭാഷാ അടിസ്ഥാനത്തിലുള്ള പ്രാദേശിക ദേശീയ, അത് ഭാഷ മാത്രം പോരാ, അതിൻ്റെ ഒരു ദേശീയതയെ സംബന്ധിച്ചിടത്തുള്ള ഘടകങ്ങൾ, ഒരു നിശ്ചിത ഭൂവിഭാഗം, അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള മിത്തുകൾ, അതിലെ മിത്തുകളിലെ നായകന്മാരും പ്രതിനായകന്മാരും, ഭാഷ, സാംസ്കാരിക സ്ഥാപനങ്ങൾ, ഇതൊക്കെ കൂടി കലർന്നിട്ടുള്ള ഒരു സംസ്കൃതിയുടെ തനിമയുണ്ടല്ലോ. ഇതാണ് ദേശീയതയെ നിർണ്ണയിക്കുന്നത്. ആ രീതിയിൽ ഇന്ത്യയിലെ പ്രാദേശിക ദേശീയതകൾ പൂർണ്ണ ദേശീയതകളാണ്. അതിൻ്റെ ഒരു സംയോജനമാണ്, അല്ലെങ്കിൽ ഒരു സങ്കലനമാണ്, അതിൻ്റെ ഒരു സഞ്ചികയാണ് ഇന്ത്യൻ ദേശീയത. അതുകൊണ്ടാണ് ടാഗോറിനെ പോലുള്ളവരൊക്കെ പറഞ്ഞു, ഇന്ത്യ ഈസ് എ നേഷൻ ഓഫ് നേഷൻസ്. പല രാഷ്ട്രങ്ങളുടെ ഒരു രാഷ്ട്രമാണ് ഇന്ത്യ എന്നാണ് പറഞ്ഞത്. ഇന്ത്യൻ ദേശീയതയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പല പ്രാദേശിക ദേശീയതകളുടെ അനന്യമായ സ്വത്ത്, അതിൻ്റെതായിട്ടുള്ള സ്വത്തുമുള്ള പ്രാദേശിക ദേശീയയുടെ ഒരു സഞ്ചലനമാണ്, ഒരു സങ്കലനമാണ്, ഒരു സഞ്ചിത രൂപമാണ് ഇന്ത്യൻ ദേശീയത. ഗുജറാത്തിലേക്ക് യഥാർത്ഥത്തിൽ കോളനിയുള്ള ബ്രിട്ടീഷുകാരാണ് അവിടുത്തെ ഒരു ദേശീയത ഉണ്ടാക്കാൻ സഹായിക്കുന്നതിന്. ജെയിംസ് ഫോക്സ് ആണ് ഗുജറാത്തി ദേശീയതയെക്കുറിച്ച് പറയുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെയാണ് അവിടെ ദേശീയത വരുന്നത്. രാജസ്ഥാനിലെ സംബന്ധിച്ച് ജെയിംസ് ടോഡ് എന്ന ബ്രിട്ടീഷുകാരനാണ് ആനൽസ് ഓഫ് രാജ്പുത്താന എന്ന പുസ്തകം എഴുതുന്നത്, രജപുത്രരുടെ ചരിത്രം എഴുതുന്നത്. രജപുത്ര എന്ന് 10% ഉള്ളൂ രാജസ്ഥാനിൽ. അതിൽ നിന്നാണ് രാജസ്ഥാൻ്റെതായിട്ടുള്ള ഒരു ദേശീയത ഉയർന്നു വരുന്നത്. ഇത് കാശ്മീരിനെ സംബന്ധിച്ച്, തെലങ്കാനയെ സംബന്ധിച്ച്, ഇതൊക്കെ അവരുടെ പ്രാദേശിക സംസ്കൃതികളിൽ നിന്ന്, അവരുടെ ചരിത്രത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ദേശീയതകളാണ്, പ്രാദേശിക ദേശീയതകളാണ്. ഇതിൻ്റെ ഒരു സങ്കലനമായിട്ട്, ഇതിൻ്റെ ഒരു സംയോജനമായിട്ടാണ് ഇന്ത്യൻ ദേശീയത ഉയർന്നു വരുന്നത്. അപ്പം ഈ ഇന്ത്യൻ രാഷ്ട്രം എന്ന സങ്കല്പം, ഇന്ത്യൻ ദേശീയത ഇൻക്ലൂസീവ് ആയിരിക്കണം, ഇത്തരം പ്രാദേശിക ദേശീയതകളെ ഉൾക്കൊള്ളുന്നതായിരിക്കണം എന്ന് ഗാന്ധിജിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അത്തരമൊരു രാഷ്ട്രത്തെക്കുറിച്ചാണ് അദ്ദേഹം സങ്കല്പിച്ചത്. ഗാന്ധിജി മാത്രമല്ല, പല അന്നത്തെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പല നേതാക്കളും പറഞ്ഞത് ഇന്ത്യ എന്നുള്ളത് ഒരു ഫെഡറേഷൻ എന്നുള്ള രീതിയിൽ എല്ലാ പ്രാദേശിക ദേശീയതകളെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള, അവരുടെ തനിമ നിലനിർത്തിക്കൊണ്ടുള്ള, അവരുടെ സങ്കലനം എന്നുള്ള നിലയ്ക്ക്, സംയോജനം എന്നുള്ള നിലയ്ക്കുള്ള രാഷ്ട്രം എന്ന നിലയ്ക്കാണ്. ആരാണ് ആദ്യമായിട്ട് രാഷ്ട്രവാദം ഉയർത്തുന്നത്? ആ ജിന്നയല്ല, സവാർക്കറാണ്. 1922 ഹിന്ദു രാഷ്ട്രം എന്നൊരു സങ്കല്പവുമായി വരുന്നത് സവാർക്കറാണ്. 37 ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് ജിന്ന ദുരാഷ്ട്രവേദത്തിലേക്കും പാകിസ്ഥാൻ എന്നുള്ള നിലയ്ക്കൊക്കെ വരുന്നത്. അതുവരെ ഇത് വന്നിട്ടില്ല. യഥാർത്ഥത്തിൽ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലൊക്കെ ആദ്യം മുസ്ലിം ലീഗിൻ്റെ മെമ്പേഴ്സ് ഉണ്ട്. അവർക്ക് 73 മെമ്പർമാരുണ്ട്. കോൺഗ്രസ്സിന് 206 മെമ്പർമാർ. പിന്നീടാണ് അവരത് പിൻവലിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇത് കൊണ്ടുവരുന്നത് വലത് വർഗീയ വിഭാഗമാണ്. അതിൻ്റെ വളരെ രസകരമായിട്ടുള്ള കാഴ്ചപ്പാടുകളും പിന്തിരിപ്പൻ ആശയങ്ങളും ഒക്കെയാണ് ഗോൾവാൾക്കറുടെയും സവാർക്കറുടെയും ഒക്കെ ആയിട്ട് വരുന്നത്. ഹിന്ദു രാഷ്ട്രം നോൺ ഇൻക്ലൂസീവ് ആയിട്ടാണ്, വംശീയ ദേശീയത. ഇന്ത്യൻ ദേശീയ
ഇന്ത്യൻ പ്രാദേശിക ദേശീയതകളെയും സ്വാധീനിക്കുന്ന വളർന്നു വന്നിട്ടുള്ള രണ്ട് ധാരകളാണ്. ഒന്ന് സിവിക് നാഷണലിസം, മതനിരപേക്ഷ ദേശീയത. മറ്റൊന്ന് വംശീയ ദേശീയത, ഐഡന്റിറ്റി നാഷണലിസം. സംഘപരിവാറിന്റെ RSSന്റെ അജണ്ട എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വിഭാഗത്തെ മാത്രം ഉൾക്കൊള്ളുന്ന വംശീയ ദേശീയതയാണ്. ഹിന്ദു രാഷ്ട്രത്തെക്കുറിച്ചുള്ള ആലോചനകൾ, ഹിന്ദു രാഷ്ട്രത്തെക്കുറിച്ചുള്ള ശാഠ്യങ്ങളൊക്കെ വരുന്നത് അവിടെ നിന്നാണ്. അതുകൊണ്ട് ഗോൾവാൾക്കറുടേതായിട്ടുള്ള ചില വാചകങ്ങൾ, വി ആർ അവർ നേഷൻഹുഡ് ഡിഫൈൻഡ് എന്നുള്ള പുസ്തകത്തിലും വിചാരധാരയിലും ബഞ്ച് ഓഫ് തോട്ട്സ്, ഇത് രണ്ടിലും കൂടിയാണ് RSSന്റെ ബൈബിളുകൾ. അതിൽ നിന്നാണ് അവരുടെ ഐഡിയോളജി, അവരുടെ നയങ്ങളും പോളിസികളുമൊക്കെ അവർ എടുക്കുന്നത് ഈ രണ്ട് അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ നിന്നാണ്. ഗോൾവാൾക്കർ എന്താണ് അതിൽ പറഞ്ഞത്? The non-Hindu people of Hindustan must either adopt Hindu culture and language. ഹിന്ദുക്കളല്ലാത്ത ഇന്ത്യയിലെ ആളുകൾ ഹിന്ദു കൾച്ചർ, ഭാഷയും സംസ്കാരവും അഡോപ്റ്റ് ചെയ്യണം. ഹിന്ദി ഉറുദു തമ്മിലുള്ള വളരെ വലിയ ലഹളകളും കലാപങ്ങളും നടന്നുണ്ട് ഇന്ത്യയിൽ. അത് ഉറുദുവിനെ ചിത്രീകരിക്കുന്ന രീതിയിൽ, ഹിന്ദിയെ ചിത്രീകരിക്കുന്ന രീതിയിലൊക്കെ. യഥാർത്ഥത്തിൽ ദേശീയ ചിഹ്നങ്ങളെക്കുറിച്ച് തന്നെ എങ്ങനെയാണ് അമ്മ എന്ന മെറ്റഫോർ, സങ്കല്പം ഉപയോഗപ്പെടുത്തുന്നത് എന്ന് ഈയിടയ്ക്ക് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്സ് വീക്കിലിയിൽ ചാരു ഗുപ്ത വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. മദർ ഹിന്ദി, മദർ ലാൻഡ്, മദർ കൗ, ഇത്തരം മെറ്റഫോർസ് എങ്ങനെയാണ് ഹൈന്ദവ രാഷ്ട്രീയക്ക് ബലം കൂട്ടുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് എന്നതിനെക്കുറിച്ച്. അപ്പോൾ ഗോൾവാൾക്കർ പറഞ്ഞെന്താണ്? ദേ മസ്റ്റ് ലേൺ ആൻഡ് റെസ്പെക്ട് ആൻഡ് ഹോൾഡ് ഇൻ റെവറൻസ് ദ ഹിന്ദു റിലീജിയൻ. നിങ്ങൾ ഹിന്ദു റിലീജിയനെ ഭയഭക്തി ബഹുമാനത്തോടെ നോക്കിക്കാണുക. ആൻഡ് must entertain no idea but of those of glorification of the Hindu race and culture. In a word, they must cease to be foreigners or may stay in the country wholly subordinated to the Hindu nation. ഹിന്ദുക്കൾക്ക് സെക്കൻഡ് സിറ്റിസൺസ് ആയിട്ട് വേണമെങ്കിൽ ഇവിടെ കഴിയാം. പലപ്പോഴും കേട്ടിട്ടുള്ളതായിരിക്കും. അതായിരുന്നു RSSന്റെ ആവശ്യം. ഹിന്ദുക്കളല്ലാത്ത ഇവിടെ എല്ലാ ജനവിഭാഗങ്ങളും സെക്കൻഡ് സിറ്റിസൺ ആയിട്ട് വേണമെങ്കിൽ കഴിയാം, അല്ലെങ്കിൽ അവർക്ക് പുറത്തു പോകാം. നോട്ട് ഈവൻ സിറ്റിസൺസ് റൈറ്റ്, പൗരന്മാർക്കുള്ള അവകാശം പോലെ അവർക്ക് കൊടുക്കുന്നതല്ല. ഇല്ലേ? 5 തുണ്ട് കൊടുക്കില്ല, 5 സൂചി കുത്താനുള്ള സ്ഥലം തരില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരു പതിപ്പാണിത്. ബാക്കിയുള്ളവർക്ക് ഇവിടെ സ്ഥാനമില്ല. എക്സ്ക്ലൂസീവായിട്ടുള്ള തിരസ്കരണത്തിൻ്റെതായ, ഒഴിവാക്കലിൻ്റെതായ ദേശീയ സങ്കല്പമാണത്. അത് മറ്റൊരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു നിരീക്ഷണമുണ്ട്. അത് സീതാറാം യെച്ചൂരി രാജ്യസഭയിൽ വായിക്കുകയുണ്ടായി, ഗോൾവാൾക്കറുടെ പുസ്തകത്തിന്. അതവിടെ വലിയ ബഹളം ഉണ്ടായി രാജ്യസഭയിൽ. അത് എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിച്ചിട്ട്. എന്നിട്ട് യെച്ചൂരി പറഞ്ഞ് രാജ്യസഭയിലെ ലൈബ്രറിയിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു കോപ്പി ഉണ്ട്, തരാമെന്ന് പറഞ്ഞു. അവർ വായിക്കാറില്ലല്ലോ, അവരുടെ തന്നെ പുസ്തകമാണെങ്കിലും. What did he say? To keep up the purity of the race and its culture, Germany shocked the world by her purging the country of the Semitic races, the Jews. വംശത്തിന്റെ പ്യൂരിറ്റി നിലനിർത്തുന്നതിന് വേണ്ടി ജർമ്മനി എന്ത് ചെയ്തു? ജ്യൂസിനെ തുടച്ചു മാറ്റി. വളരെ വളരെ അഭിമാനത്തോടെയാണ് പറയുന്നത്. അതുപോലെ the race pride at its highest has been manifested here. Germany has also shown how well nigh impossible it is for races and cultures having differences going to the root be assimilated to one united whole. പല സംസ്കാരങ്ങളുള്ള റേസിന്, മതത്തിന്, ജാതികൾക്ക്, വിഭാഗങ്ങൾക്ക് ഒന്നിച്ചു കഴിയാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് ജർമ്മനി കാണിക്കുന്നത് എന്നാണ് ഗോൾവാൾക്കർ പറഞ്ഞത്. ഗോൾവാൾക്കറിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു, പിന്നെ മുസ്ലിം, ക്രിസ്ത്യൻസാണ്. പുള്ളിയെ സംബന്ധിച്ച് 3 ശത്രുക്കളാണ്: മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, കമ്മ്യൂണിസ്റ്റ്. അതുപോലെ വളരെ കൃത്യമായിട്ട് ഇന്റേണൽ ത്രെറ്റ്സ് പുള്ളി എഴുതിയത് തന്നെയാണ്. അതാണ്
ഭാരതത്തിലുള്ള ഏറ്റവും വലിയ ശത്രുക്കൾ പുറമേ നിന്നുള്ള അക്രമകാരികളല്ല, പക്ഷേ ഈ 3 വകുപ്പുകളാണ് ഇന്റേണൽ: മുസ്ലിംസ്, ക്രിസ്ത്യൻസ് ആൻഡ് കമ്മ്യൂണിസ്റ്റ്. അപ്പോൾ അത് ജർമ്മനി എങ്ങനെയാണോ ചെയ്തത് അതുപോലെ അപ്പോൾ ഹിന്ദുക്കൾ ഒന്നിച്ച് താമസിക്കാം എന്നാണ് പുള്ളി പറഞ്ഞത്. നമുക്കറിയാലോ ഹിന്ദുക്കൾ എങ്ങനെയാണ് ഒന്നിച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഹിന്ദു എന്ന വൺ റേസ് ഇല്ല, ഒരു സംസ്കാരമില്ല. അപ്പോൾ ആരാണ് ഉള്ളിലെന്നും ആരാണ് പുറത്ത് എന്നും നമുക്ക് ചരിത്രത്തിൽ നിന്നറിയാം. അപ്പൊ ഈ ഒരു രീതിയിൽ പുള്ളി എന്താണ് പറഞ്ഞത്? ജർമ്മനി gives us a good lesson for us in Hindustan to learn and profit by. ജർമ്മനിയാണ് ഏറ്റവും നല്ല ഉദാഹരണം, അതുപോലെ നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണല്ലോ സംഗതികൾ. എവിടേക്കാണ് സംഘപരിവാറിന് രാഷ്ട്രത്തെ കൊണ്ടുചെന്ന് എത്തിക്കേണ്ടത് എന്നതിനെ വളരെ യാതൊരു സംശയവുമില്ലാതെ തന്നെ എഴുതി വെച്ചത്. അതിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇൻ ദിസ് ലാൻഡ് ഹിന്ദുസ് ഹാവ് ബീൻ ദ ഓണേഴ്സ്. യാതൊരു സംശയമില്ല, ഹിന്ദുക്കളാണ് ഈ രാജ്യത്തിന്റെ ഉടമസ്ഥർ. പാഴ്സീസ് ആൻഡ് ജൂസ് ആർ ഗസ്റ്റ്. അവർക്ക് അതിഥികളുടെ സ്ഥാനമുണ്ട്. ആൻഡ് മുസ്ലിംസ് ആൻഡ് ക്രിസ്ത്യൻസ് ആർ ഡെക്കോയിറ്റ്സ്. ഇതാണ് പുള്ളിയുടെ നിർവചനം. ഈ ഒരു നിർവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ദേശീയതയെ അവർ കാണുന്നത്, സങ്കല്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടന ചർച്ചകൾ നടക്കുമ്പോൾ സമയം അതിക്രമിച്ചതുള്ളതുകൊണ്ട് വളരെ വിശദാംശങ്ങളിലേക്ക് കിടക്കാതെ ബഞ്ച് ഓഫ് തോട്ട്സിലെ ഒരു ചാപ്റ്റർ തന്നെ അതാണ്, ഫോർ യൂണിറ്ററി സ്റ്റേറ്റ്. ഫെഡറൽ സ്റ്റേറ്റ് എന്നുള്ളതിനെ പാടെ നിരാകരിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ സവാർക്കറിനെ പറയുന്നുണ്ട്, ആ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഇത്ര നല്ലൊരു അവസരം കിട്ടിയിട്ട് യൂണിറ്ററി സ്റ്റേറ്റ് ഉണ്ടാക്കാൻ പറ്റി എത്ര നല്ലൊരു അവസരം കിട്ടി, കളഞ്ഞു കുളിച്ചില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഈ പ്രാദേശിക ദേശീയതയ്ക്ക് യാതൊരു സ്ഥാനവും ഇല്ലാതെ ഒരു വൺ ഗവൺമെന്റ്, സിംഗിൾ നേഷൻ, സിംഗിൾ പീപ്പിൾ എന്നുള്ള അതാണ് സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അജണ്ട. അപ്പൊ അവിടെ ഏതൊക്കെ രീതിയിൽ പ്രാദേശിക വിഭാഗങ്ങളെ, പ്രാദേശിക ദേശീയതകളെ അടിച്ചമർത്താൻ കഴിയുമോ ആ രീതിയിലുള്ള എല്ലാ നടപടികളും ഉണ്ടാവും. കാരണം അത് ഐഡിയോളജിക്കലി അങ്ങനെയാണ് നിർവചിച്ചിരിക്കുന്നത്. അതാണ് അവരുടെ നിർവചനം തന്നെ, അതാണ് അവരുടെ പോളിസി, അവരുടെ നയം, അവരുടെ ചിന്താധാര. അതുകൊണ്ട് ഇന്ത്യൻ നാഷണലിസത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ക്യാബിനറ്റ് കമ്മിറ്റി വരുമ്പോൾ, ക്യാബിനറ്റ് കമ്മിറ്റിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരുന്നതിനും അതിൻ്റെ മൊഡാലിറ്റീസിനെ കുറിച്ചുമൊക്കെ തീരുമാനിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ വരികയും ചർച്ച നടത്തുകയും ചെയ്തത്. ക്യാബിനറ്റ് കമ്മിറ്റിയുടെ ഇതിനനുസരിച്ച് എങ്ങനെയാണ് അവസാനം ആദ്യത്തെ പ്രപ്പോസൽ കൊടുത്ത് ഒരു ഇന്ത്യ എന്നുള്ളതാണ്. അപ്പം മുസ്ലിംസ് മെജോറിറ്റിയുള്ള ഭൂരിപക്ഷമുള്ള പ്രോവിൻസസ്, ഹിന്ദു പ്രോവിൻസസ്, അങ്ങനെ പല സജഷൻസ് വരുന്നു. പലതും മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ തള്ളിക്കളയുന്നു. അവസാനമാണ് 2 രാഷ്ട്രം എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. അപ്പോൾ ഉണ്ടാക്കിയ കരാർ എന്താണ്? ഹിന്ദു ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളെ ഇന്ത്യയിലേക്ക് പോകുന്നു, മുസ്ലിം ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളെ പാകിസ്ഥാനിലേക്ക് പോകുന്നു. അതോടൊപ്പം ഭൂമിശാസ്ത്രപരമായ തുടർച്ച, ജോഗ്രഫിക്കൽ കണ്ടിന്യൂറ്റി വേണം. അങ്ങനെയാണ് ഹൈദരാബാദ് ഇന്ത്യയിലേക്ക് വരുന്നത്. നമുക്കറിയാം ഹൈദരാബാദിലെ രാജാവ് നൈസാം മുസ്ലിമാണ്, ജനത ഭൂരിപക്ഷം ഹിന്ദുക്കളാണ്. ഇന്ത്യയിലേക്ക് ചേർക്കുക. അതുപോലെയാണ് കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം രാജാവ് ഹിന്ദുവാണ്, ജനത മുസ്ലിമാണ്. പക്ഷേ കാശ്മീർ ജനത പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടില്ല അതുവരെ, എപ്പോഴും അന്നുമില്ല. അത് പാകിസ്ഥാൻ മിലിറ്ററി ആക്രമിക്കുകയും അതിന് ശേഷം മെമ്മോറാണ്ടം സൈൻ ചെയ്തിട്ടൊക്കെയാണ് ഇന്ത്യൻ മിലിറ്ററി പോവുകയും അവിടുന്ന് കാശ്മീരിനെ ഇന്ത്യയിൽ ആക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഇത്തരം ഒരുപാട് ചരിത്ര പശ്ചാത്തലമുണ്ട് ഈ വിവിധ ഭാഷാ സംസ്ഥാനങ്ങളും ദേശീയതകളും ഇന്ത്യൻ ദേശീയതയുമായിട്ട് കൂടിച്ചേർന്നത്. അതുകൊണ്ട് ഇന്ത്യൻ ദേശീയതയുടെ ആ അഖണ്ഡ, അതിൻ്റെ ശക്തി നിലനിർത്തണമെങ്കിൽ ഇത്തരം എല്ലാ പ്രാദേശിക ദേശീയതകളുടെ സ്വത്വത്തെ അംഗീകരിച്ചുകൊണ്ട്, അവയെ ബഹുമാനിച്ചുകൊണ്ട്, എല്ലാ വിഭാഗം ജനങ്ങളുടെയും അവകാശങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാനാവൂ. വളരെ ഡിവിസീവായിട്ടുള്ള, വളരെ വിഭാഗീയമായിട്ടുള്ള, മറ്റാർക്കും സ്ഥാനമില്ലാത്ത ഒരു ദേശീയതയുടെ സങ്കല്പം പുലർത്തുന്ന വലത് വിഭാഗീയ ശക്തികൾക്ക്, അതിനെ നയിക്കുന്ന സർക്കാരുകൾക്ക്
അത്തരമൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ലക്ഷ്യം നേടാൻ അല്ലെങ്കിൽ അതിലേക്ക് രാജ്യത്തെ നയിക്കാൻ കഴിയുകയില്ല. കാരണം വളരെ ഫണ്ടമെൻ്റലായിട്ട് തന്നെ അവരുടെ ചിന്താധാര, വിചാര, ചിന്താഗതി അല്ലെങ്കിൽ വിഷൻ എക്സ്ക്ലൂഷൻ്റേതാണ്, ഇൻക്ലൂഷൻ്റേതല്ല. എല്ലാ ജനവിഭാഗങ്ങളെയും ഒന്നിച്ച് കൂട്ടിയിട്ടുള്ള ഒരു രാഷ്ട്രം എന്നുള്ള രീതിയിൽ ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയില്ല എന്നുള്ളത് അതാണ് ഏറ്റവും വലിയ തെളിവ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, രാജ്യത്തിൻ്റെ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമായിട്ടുള്ളത് എല്ലാ പ്രാദേശിക ദേശീയതകളെയും കൂട്ടിയോജിപ്പിക്കാൻ കഴിയുന്ന, അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വവും രാഷ്ട്രീയ മൂവ്മെൻറ്റും വളരെ ചടുലമായിട്ട് തന്നെ, വളരെ ശക്തമായിട്ട് തന്നെ കരുപ്പിടിപ്പിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിൽ നിന്ന് മാത്രമാണ് നമ്മൾ ദേശീയതയ്ക്ക് നേരെയുള്ള അക്രമങ്ങളെ ചെറുക്കാനും പ്രതിരോധിക്കാനും കഴിയുകയുള്ളൂ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സംഭാഷണം നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.